ഇത് മൂന്നും മാത്രം മതി നമുക്ക് എലിയെയും പല്ലിയെയും പാറ്റയും എല്ലാം ഒന്നിച്ച് തുരത്താം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 പാരസെറ്റാമോൾ ഗുളികയാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തൈര് ആകുമ്പോഴത്തേനും അധികം പുളിപ്പുമില്ല. അപ്പോൾ എലിയാണേലും പല്ലിയാണേലും എല്ലാം ഇത് നക്കി കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് വിനിഗർ ചേർത്ത് കൊടുക്കുന്നത്, ചെറിയ പുളിപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തൈര് എടുത്തത്. അപ്പോൾ തൈരാകുമ്പോൾ അതിന് പുളിപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനകത്തു നിന്നുള്ള എണ്ണയുടെ ആ ഒരു മണവും പാലിൻ്റെ ഒരു മണവും കൊണ്ട് ഇതെന്തായാലും കഴിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് കുറച്ച് വിനിഗർ ഒഴിച്ചു കൊടുക്കുക. വിനിഗർ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ പല്ലി പാറ്റ അവർക്ക് ഇത് നക്കി കഴിക്കുമ്പോഴത്തേനും വയറ്റിനകത്തൊരു പുകച്ചിലുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിനിഗർ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആ പരിസരത്തോട്ട് വരത്തില്ല കേട്ടോ. ഇനി നമുക്ക് പാരസെറ്റാമോൾ ഗുളികയാണ്. അത് കാരണം ചത്തുപോകും. ഇത് കഴിച്ചിട്ട് അത് പോയി ചത്തോളും. കാരണം വീട്ടിനകത്തൊന്നും ചാവത്തില്ല. അത് വെപ്രാളം എടുത്തിട്ട് അത് പുറത്തോട്ട് ഓടിക്കോളും. അപ്പോൾ അങ്ങനെ പോയി ചത്ത് കിടന്നു. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ പാരസെറ്റാമോൾ ഗുളിക ചേർക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ഇത് വെണ്ണയുടെ മണവും അതേപോലെ പാലിൻ്റെ മണമൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഒന്നും കഴിക്കാതെ പോകത്തില്ല. എല്ലാം അത് വേസ്റ്റാക്കാതെ തന്നെ നമുക്ക് ഫുള്ള് കഴിച്ചതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും. ഇപ്പോൾ 2 പാരസെറ്റാമോൾ ഗുളിക ഞാനൊന്ന് പൊടിച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തൈര് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് അത്രയും നമുക്ക് മതിയാവും. കാരണം അത് നക്കി കുടിക്കത്തേ ഉള്ളൂ. അപ്പോൾ കട്ടിക്ക് തന്നെ ഇരിക്കുകയുണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളം ഒഴിക്കുമ്പോഴത്തേന് ആ ഒരു എഫക്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ ആ ഗുളികയും അതേപോലെ വിനിഗറും ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഇതേപോലത്തെ പഴയ അടപ്പ്, ഐസ്ക്രീം പാട്ടയുടെയൊക്കെ അടപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു മൂടിയിൽ കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ പാറ്റ, പല്ലി ശല്യം, എലിശല്യം അവിടെയൊക്കെ വെച്ച് കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിലാണല്ലോ ഇതിൻ്റെയൊക്കെ ശേഖരം. അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് രാത്രി സമയത്ത് അത് പമ്മി വന്ന് കഴിക്കാനും ഒക്കെ ചാൻസ് ഉള്ളത് അവിടെയാണ്. പല്ലിയാണേലും എലിയാണേലും വീട്ടിനകത്തൊക്കെ കയറുന്ന എലികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് മുറ്റത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. മുറ്റത്ത് ഇതേപോലെ രാത്രി സമയത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പുറത്ത് ഉള്ള ഇഴജന്തുക്കളോ എലിയോ പെരിച്ചാഴിയോ എന്താ വേണേലും വന്ന് നക്കി അത് കഴിച്ചിട്ട് പോയിക്കോളും. നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ അടിഭാഗത്തായിട്ടും അതുപോലെ മുകൾ ഭാഗത്തായിട്ടും വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ ധാരാളം. ഒരു മൂടിയിലുള്ളത് മാത്രം മതിയാകും. എന്തായാലും അതവിടെ വന്നിരുന്ന് പമ്മിയോ അത് വന്ന് കഴിച്ചോളും. അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തും വെച്ച് കൊടുക്കുക. നമുക്ക് ഉടനെ തന്നെ കിട്ടും. ആ ഭാഗത്തൊന്നും പിന്നെ പല്ലി പാറ്റ ശല്യമേ കാണില്ല. അതങ്ങ് കഴിച്ചിട്ട് അതങ്ങ് വെപ്രാളം പിടിച്ച് വിടുന്നങ്ങ് പൊയ്ക്കോളും.